തപസ്സുകാലം 3-ാം വാരം ചൊവ്വ. തിരുവചനം. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 എന്നല്ല, 70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങൾ. യേശു തൻ്റെ പഠനം ഒന്നുകൂടി വ്യക്തമാക്കുകയുണ്ടായി. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നുവെന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. യേശു പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിച്ചതും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാരെ ഉപദേശിച്ചു, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. അടിക്ക് തിരിച്ചടി നൽകുന്നതാണ് വിജയമെന്ന് വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന തിരിച്ചടിയാണ് സിസ്റ്റർ റാണി മരിയയുടെ കുടുംബം സിസ്റ്ററിനെ വധിച്ചവരോട് ക്ഷമിച്ചപ്പോൾ സംഭവിച്ചത്. മധ്യപ്രദേശത്തിലെ ഉദയനഗർ പ്രദേശത്ത് ഭൂ ഉടമകളുടെ ചൂഷണത്തിൽ അകപ്പെട്ടുപോയ പിന്നോക്കം നിൽക്കുന്നവരെ ശാക്തീകരിക്കുവാനും സ്വയം വളരുവാനും വഴി തെളിച്ച സിസ്റ്റർ റാണി മരിയയെ ദാരുണമായി കൊലപ്പെടുത്തിയത് വാടക കൊലയാളിയായ സമന്തർ സിംഗ് ആയിരുന്നു. എന്നാൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭ അംഗങ്ങൾ അദ്ദേഹത്തോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചു. റാണി മരിയയുടെ സഹോദരി സിസ്റ്റർ സെൽമി പോൾ സമന്തർ സിംഗ് ജയിലിൽ ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയും സഹോദര്യത്തിൻ്റെ അടയാളമായി രാഖി കൈകളിൽ കെട്ടുകയും ചെയ്തു. അദ്ദേഹം റാണി മരിയയുടെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഒരു കുടുംബം അംഗമായിട്ട് സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ പ്രാർത്ഥന, പിതാവേ, അവരോട് ക്ഷമിക്കണമേ.